ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഹർത്താൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഹർത്താൽ ദിവസം നമ്മൾ നഫ്സൽ ഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹർത്താൽ ദിവസം കണ്ടില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. എന്തിനാ ഹർത്താൽ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഹർത്താലായിരുന്നു. എന്നത്തെയും പോലെ വണ്ടി കയറിയപ്പോഴുള്ളൂ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാണ് ഗൈസ്. ഇതാണ് നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി. ഒരുപാട് മലനിരകളും കുന്നുകളും കാടുകളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലത്താട്ടോ നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നഫ്സൽ ഖാൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു തോടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് ഒരു വിൻറ്റേജ് ലുക്ക് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ. അതിനുശേഷം തോട്ടിക്ക് പോകണം കേട്ടോ ഗൈസ്. തോടെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു തോട് കേട്ടോ, നല്ല വൃത്തിയുള്ള തോട്. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറച്ചിങ്ങനെ OCD ടൈപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ സാധാരണ കുട്ടീനെ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറക്കാറില്ല, പക്ഷേ എനിക്ക് ആ തോട് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയുള്ളൊരു തോടായിരുന്നു. അപ്പോൾ കുട്ടി അവൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവളെ ഇറക്കി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നിർത്തിയിട്ട് കളിപ്പിച്ചു വിട്ടാം. ഇതാണ് നഫ്സൽ ഖാൻ്റെ ഗ്യാങ്. നിങ്ങൾ ഇവരിനെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇത് നമ്മൾ മൂന്നാർ ഊട്ടിയിലൊക്കെ പോയ അതേ ഗ്യാങ് തന്നെയാണ്. കണ്ടില്ലേ, വെള്ളം കണ്ടപ്പോൾ അവൾക്ക് പ്രാന്താണ്. വെള്ളം കണ്ടു പറഞ്ഞാൽ പിന്നെ അവൾ തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ല, എല്ലാവരും വെള്ളം കണ്ടപ്പോൾ ആദ്യമായിട്ട് വെള്ളം കാണുന്ന പോലെ ഇറങ്ങി കളിക്കുകയാണ് ഗൈസ്. കുറേ നേരം നമ്മൾ തോട്ടിലൊക്കെ കളിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. കണ്ടില്ല, അവൾക്ക് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കരയിപ്പിച്ചെടുത്തിട്ട് കൊണ്ടുപോയതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ആളുടെ മൂടൊക്കെ മാറി. അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. പോണ വഴിക്ക് ആ ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഒരു ലുക്കായിരുന്നു കാണാൻ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. നീ ഒരേ കരച്ചിലായിരുന്നു. കണ്ടില്ലേ, കേക്കൊക്കെ എത്തി. പക്ഷേ ആൾക്കറിയില്ല കേക്ക് വാങ്ങിയ കാര്യം. അപ്പം നമ്മൾ സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിനെ പുറത്ത് കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാൻ കേട്ടോ. നമ്മൾ സാധനം കേക്കൊക്കെ റെഡിയാക്കി വെച്ച് 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് 4 വെക്കണം, പക്ഷേ 2 കിട്ടിയുള്ളൂ. നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഗൈസ്. എന്നിട്ട് ആളെ വരാൻ പറയുക കേട്ടോ. സർപ്രൈസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സർപ്രൈസ് ആയി. കണ്ടില്ലേ, ആളാനന്ദം വിട്ടു കണ്ടിട്ട്. ഇപ്പം അത്രയ്ക്കൊന്നും പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഗൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ബർത്ത്ഡേ സോങ്ങൊക്കെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ. കേക്ക് അങ്ങനെ ജിജേട്ടൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വരുകയാണ് ഇപ്പം. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ജിജേട്ടനെ കേക്ക് കട്ട് ചെയ്യിപ്പിക്കുകയാണ്. ശരത്തേട്ടൻ കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അല്ലെങ്കിലും എല്ലാ പരിപാടിയിലും ശരത്തേട്ടൻ കുറച്ച് ഓവറായിരിക്കും. ഊട്ടി പോയിട്ടും മൂന്നാർ പോയിട്ടും എല്ലാം ശരത്തേട്ടൻ കുറച്ച് ഓവറായിരുന്നു. ഈ വ്ളോഗ് കണ്ടെങ്കിൽ ശരത്തേട്ടൻ എന്നെ എന്ത് പറയുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും പാവം ജിജേട്ടനാണ് കേട്ടോ. പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സൈലൻ്റാണ് ആൾ. പക്ഷെ ഗ്യാങ് ലീഡർ വന്നിട്ട് നിഖിലേട്ടനാണ്. കോമഡി പീസ് വന്നിട്ട് ശരത്തേട്ടനും ശിവേട്ടനുമാണ്. നഫ്സൽ സീരിയസ് ആണെങ്കിലും ഇടയ്ക്ക് കോമഡി പീസ് ആവാറുണ്ട്. പിന്നെ നമ്മുടെ ജിജേട്ടൻ, പിന്നെ ചക്കര, കാവ്യ, പിന്നെ നമ്മുടെ ലിറ്റിൽ മെമ്പേഴ്സായ ദിയ, ഫദ്വ, അങ്ങനെ ഒരു അടിപൊളി ഗ്യാങ്ങാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകാറുണ്ട്. ഓരോരോ വീട്ടിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്, ഫുഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. പിന്നെന്താ, നമ്മൾ ഇയർലി വലിയ വലിയ ട്രിപ്പൊക്കെ പോകാറുണ്ട്. അങ്ങനെ കേക്ക് നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. നഫ്സൽ ഖാൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിച്ച കേക്കാണ്, ഫ്രണ്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഈ ഫ്രണ്ടല്ല, വേറെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാക്കി. നമ്മുടെ ഫദ്വാൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് വീരുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. പിന്നെന്താ, കേക്ക് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കേക്ക് പോയ വഴി അറിഞ്ഞില്ല. കേക്ക് എല്ലാവരും കഴിച്ചു. ലാസ്റ്റ് ഞാനും കൊടുത്തു ജിജേട്ടന് കുറച്ച് കേക്ക്. ജിജേട്ടൻ എനിക്കും തന്നു കേക്ക്, കാവ്യ കൊടുത്തു. അത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഗൈസ്. എനിക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്തും ശരിക്കും ഞങ്ങൾ ഒപ്പം പഠിച്ച ഫ്രണ്ട്സിൻ്റെ അതേ ഫീലാണ് ഉണ്ടാവാറുള്ളത്. എനിക്കും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നമ്മളിതുവരെ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണം, പ്ലാനുണ്ട്. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു വ്ളോഗ്. ഇതുവരെ എടുത്തിട്ടില്ല.
പക്ഷെ അതേപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റായ വേറൊരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് കേട്ടോ. ഇവരും ഞങ്ങളും ഞാനും ഇവരായിട്ട് നല്ല കമ്പനിയാണ്. അത് ഞങ്ങളുടെ ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഇവരെനിക്ക് ആദ്യം തന്നെ നല്ല പരിചയം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ നല്ല പരിചയം ഉണ്ടായിരുന്നു. എല്ലാവരായിട്ട് വിളിച്ച് സംസാരിക്കും. കൂടുതൽ ഷിബോട്ടനായിട്ടാണ് ഞാൻ കമ്പനി. ഷിബോട്ടനും ചക്കരയും കാവ്യൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി. ബാക്കിയുള്ളവരുടെ അടുത്ത് ഇല്ല എന്നല്ല, പക്ഷേ ഞാൻ കൂടുതലായിട്ട് കമ്പനി ഇവരുടെ അടുത്താണ്. പിന്നെ ചക്കരയും ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക, തടി കൊണ്ടും എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യാറുണ്ട് ടൂറൊക്കെ പോകുമ്പോൾ. അതിനുശേഷം ഞങ്ങളുടെ എന്താ പറയുക, ഗ്യാങ് ലീഡേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു